ടി.പി. ചന്ദ്രശേഖരൻ വധവും ചെറുകിട വ്യാപാര മേഖലയിലെ വിദേശ നിക്ഷേപവും ഉൾപ്പെടെയുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത മുത്തേരി വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി പോലും പ്രതീക്ഷിക്കാത്ത വിജയമാണ് അവർക്കുണ്ടായത്. UDF ആകട്ടെ തോൽവിയുടെ ആഘാതത്തിൽ നിന്നും ഇനിയും മുക്തമായിട്ടില്ല. ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡ് തെരഞ്ഞെടുപ്പിനപ്പുറമുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് മുക്കം പഞ്ചായത്തിലെ 6ാം വാർഡായ മുത്തേരിയിൽ നടന്നത്. ഇരു മുന്നണികളും തങ്ങളുടെ ആവനാഴിയിലെ മുഴുവൻ അസ്ത്രങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു. വിജയം നേടിയ ഇടതുമുന്നണിക്ക് അവർ പോലും പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷമാണ് വാർഡിലെ വോട്ടർമാർ നൽകിയത്. അന്തരിച്ച TC ഗോപാലൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 29 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ വാർഡിൽ 2 വർഷത്തിന് ശേഷം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം 233 ആയിട്ടാണ് LDF ഉയർത്തിയത്. മുക്കം ഗ്രാമപഞ്ചായത്ത് ഭരണം ആർക്കെന്ന് നിർണ്ണയിക്കപ്പെടുന്ന സാഹചര്യം നിലനിന്ന തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും വാർഡിലെ വികസനത്തിനപ്പുറം ദേശീയ സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനം വരെ പ്രചരണായുധമാക്കിയിരുന്നു. ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതക പ്രശ്നമുയർത്തി CPM-നെതിരെ അക്രമികളുടെ പാർട്ടി എന്ന നിലയിൽ ചിത്രീകരിച്ചാണ് UDF രാഷ്ട്രീയ പ്രചരണത്തിന് തീഷ്ണത കൂട്ടിയത്. അതേസമയം വിലക്കയറ്റവും ഗ്യാസ് ക്ഷാമവും ചെറുകിട വ്യാപാരികളെ ഇല്ലാതാക്കുന്ന FDI പ്രശ്നവുമൊക്കെ വളരെ വിദഗ്ധമായി വോട്ടർമാരെ ബോധ്യപ്പെടുത്തിയാണ് ഇടതുമുന്നണി മുന്നേറിയത്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലുണ്ടായ ചില സർക്കാർ തീരുമാനങ്ങളും സാധാരണക്കാരെ ഏറെ സ്വാധീനിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. മലയോരത്തെ സമീപകാലത്തുണ്ടായ തെരഞ്ഞെടുപ്പിലെല്ലാം തുടർച്ചയായി നേരിട്ട തോൽവികളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ചിട്ടയായ പ്രവർത്തനം നടത്തിയതും സ്ഥാനാർത്ഥിയെ നിർണയിച്ചതിലെ മികവും ഇടതുമുന്നണി വിജയത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കേരളം സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന സാമുദായിക ധ്രുവീകരണ പ്രശ്നങ്ങളും വാർഡിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചിട്ടില്ല എന്ന് ഫലം വ്യക്തമാക്കുന്നു. വാർഡിൽ മുസ്ലിം വോട്ടർമാർ ഏറെയുള്ള 1ാം ബൂത്തിൽ 125 വോട്ടിന്റെ ഭൂരിപക്ഷം ഇടതുമുന്നണിക്ക് നേടാനായത് ഇതിന്റെ സൂചനയാണ്. പ്രചരണത്തിൽ UDF-ന്റെ പുതിയ പരീക്ഷണവും അവർക്ക് തിരിച്ചടിയായി. പല ഘട്ടങ്ങളിലും UDF സ്ഥാനാർത്ഥി ഒറ്റയ്ക്കാണ് വോട്ടർമാരെ സമീപിച്ചത്. പ്രവർത്തകരെ ഒപ്പം കൂട്ടാതെ നടന്ന പ്രചരണ തന്ത്രവും പാളിയെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. ഇരു മുന്നണികളുടെയും നിരവധി സംസ്ഥാന ജില്ലാ നേതാക്കൾ പ്രചരണത്തിനിറങ്ങിയ മുത്തേരി ഉപതെരഞ്ഞെടുപ്പിലെ വിജയം ഇടതുമുന്നണിക്ക് ഏറെ ആശ്വാസമായിരിക്കുകയാണ്. അതേസമയം MI ഷാനവാസ് MP-യുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടും സംഭവിച്ച കനത്ത പരാജയം പഞ്ചായത്തിലെ UDF സംവിധാനത്തെ വരും ദിവസങ്ങളിൽ അസ്വസ്ഥമാക്കുമെന്നും ഉറപ്പാണ്. CTV പ്രാദേശിക വാർത്ത, മുക്കം.